ഹായ് ഓൾ, അസ്സലാമലൈക്കും. നമുക്കിന്ന് കോഴിക്കോടൻ സ്പെഷ്യലായ കൂന്തൽ നിറച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അതിനായി ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള കൂന്തലാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വലുത് കിട്ടിയെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് എങ്കിലും വേണം. നമുക്കതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വന്നാൽ അതിലേക്ക് സവോള, 2 സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 സവോള മീഡിയം സൈസിലുള്ള സവോളയാണ്. അത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് സവോള നന്നായി വഴറ്റാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും 2-3 പച്ചമുളകും കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അത് ഈ സവോള വഴന്നതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂന്തൽ നേരാക്കിയതിൽ നിന്നും ഒരു ചെറിയ പോർഷൻ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് നന്നായി വഴറ്റിയെടുക്കാം. ഓൾ സ്പൈസസ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. മല്ലിയില ഇട്ട് നമുക്ക് മസാല നന്നായി വഴറ്റി കൊടുക്കാം. മസാല റെഡിയായി. ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കൂന്തലിലേക്ക് ഈ മസാല ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. കൂന്തലിൽ നിറയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കൂന്തൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാവകാശം ശ്രദ്ധിച്ച് കൂന്തലിൻ്റെ അകത്തേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് കൂന്തലിൻ്റെ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ആവിയിൽ വേവിച്ച കൂന്തലിനെ നമുക്ക് ഇതിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കൂന്തൽ നിറച്ചത് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.